ഏറ്റവും വന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈസി പഠിച്ചു കഴിഞ്ഞ ശേഷം വിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കമ്പനിയിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വ്യക്തമായി ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിൽ കോൺഫിഡൻസ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ്, എന്റെ പേര് അനന്തു. ഞാൻ അവിടെ കോഴിക്കോട് യാമറ്റയിൽ നിന്നാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് എല്ലാം അതിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. അതിന്റെ ബേസിൽ 1 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബെറ്റർ ആയിട്ടുള്ള ജോബ് വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് വിമ്മിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ അന്വേഷിച്ചത് എന്റെ കസിൻസിന്റെ അടുത്തൊക്കെ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റയിലായിട്ടും ഇവിടെ എസിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിക്കല് ഞാൻ ഇവിടെ വന്നു, സാറായിട്ട് ഡിസ്കസ് ചെയ്തു. അവർ എനിക്ക് ഒരു ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈസി പഠിച്ചു കഴിഞ്ഞ ശേഷം വിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കമ്പനിയിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വ്യക്തമായി ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിൽ കോൺഫിഡൻസ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 3 മന്ത് ക്ലാസ് ആണ്, വിത്ത് ഇന്റേൺഷിപ്പ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പം ക്ലാസ് കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഓൾറെഡി ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ അപ്ലോഡ് പ്രോജക്റ്റ് വെച്ചിട്ടാണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിലും അത് തന്നെയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇന്റേൺഷിപ്പും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു 1 വീക്ക് വർക്ക് തന്നിട്ട് നമ്മളത് അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുവാണ്. ക്ലിയറൻസും ഒക്കെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞത് അങ്ങനെ ക്ലിയർ ചെയ്ത് പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. എസിൽ വന്നപ്പോൾ ഇവിടുത്തെ ബിം മാനേജർ ആയിട്ടുള്ള അജിത് സാറാണ്. സാർ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ സാറിന് ബിമ്മിന്റെ ഇൻഡസ്ട്രിയിൽ തന്നെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബിമ്മ് കറന്റ്ലി എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്റർവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സാറിന്റെ ഒരു മോക്കപ്പ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബിം എല്ലാത്ത രീതിയിലും സാറ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ സാറ് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്.